ഗ്രേസ് ടൈമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. ഞാൻ ഇവിടെ സുഖമായിരിക്കുന്നു. അവധിക്കാലമൊക്കെ കഴിയാറായില്ലേ? എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? ഞാൻ ഇന്ന് നിങ്ങളോട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിശേഷം ഷെയർ ചെയ്യാനാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മൾ പറയില്ലേ, വളരെ ആഗ്രഹിച്ചൊരു സന്തോഷമുള്ളൊരു കാര്യമാണ് ഷെയർ ചെയ്യുന്നത്. രാവിലെ പ്രകൃതി ഭംഗിയും നമ്മുടെ താമരക്കുളത്തിലെ താമരപ്പൂക്കളും ഒക്കെ ആസ്വദിച്ച് നിന്നതിന് ശേഷം പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു നമുക്കൊരു യാത്ര പോയാലോ എന്നുള്ളത്. അപ്പോൾ തന്നെ വളരെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ കുക്ക് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ യാത്ര പോകാനായിട്ട് തീരുമാനിക്കുന്നത്. എവിടേക്കാണ് എന്ന് ചോദിച്ചാൽ ഒരു ലോങ് ഡെസ്റ്റിനേഷൻ മനസ്സിലുണ്ടെങ്കിലും എന്നാലും ഈ ട്രാവലിങ്ങിൽ അമ്മയെ കൂടി ഉൾപ്പെടുത്തി പോകുന്നതുകൊണ്ട് നമ്മളിങ്ങനെ മനസ്സിൽ ആ പ്ലാനിങ് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ. നെയ്ച്ചോറും ബീഫ് റോസ്റ്റും അതുപോലെ തന്നെ സല്ലാസും അച്ചാറും എടുത്ത് നമ്മുടെ ഫുഡ് റെഡിയാണ്. ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കാറുണ്ട്, നമ്മളിങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഒരു നേരത്തെ ഭക്ഷണമെങ്കിലും കയ്യിൽ പിടിക്കാറുണ്ട്. വേറൊന്നും കൊണ്ടല്ല, നമുക്ക് വണ്ടിയിൽ കയറിയ ഛർദ്ദിക്കാൻ സാധ്യതയുള്ളവരെയും കൊണ്ടാണ് യാത്ര. ഇപ്പോൾ ഹോമിയോ ഗുളികയൊക്കെ കഴിച്ചിട്ടാണ് യാത്ര ചെയ്യുന്നത് കൊണ്ട് ഛർദി പരിപാടിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഭയങ്കര ഒരു ടെൻഷനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്ക് ഇഷ്ടമുള്ള സമയത്ത്, അവർക്ക് കംഫർട്ടബിൾ ആയ സമയത്ത് ഒക്കെയാണ് ഇറക്കി നമ്മൾ ഫുഡൊക്കെ കഴിക്കുക. അതുകൊണ്ട് ഇത് നമ്മൾ പൊതിഞ്ഞെടുക്കാറുണ്ട്. അപ്പോൾ ബാക്കി എല്ലാ സമയവും നമ്മൾ പുറത്തുനിന്നല്ലേ കഴിക്കണേ. യാത്ര ചെയ്യുന്ന സമയത്തെ കാര്യമാണ് ഞാനിങ്ങനെ ഓർത്തത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ കരുതിയിരിക്കുന്നത് നെയ്ച്ചോറും ബീഫ് റോസ്റ്റും ഒക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ യാത്ര പുറപ്പെടുന്നത് സമയം ഏകദേശം ഒരു 10:30 ആയിട്ടുണ്ട്. 10:30ക്ക് മക്കളുടെ സമ്മർ ക്യാമ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം ഒരു 10:30 ആയിട്ടാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. ഈ പ്രാവശ്യം നമ്മുടെ യാത്രയിൽ മമ്മിയും കൂടെ ഉണ്ട് കേട്ടോ. മമ്മിയായിട്ട് ഒരു യാത്ര പോയത് ഇതിനു മുമ്പ് ബാംഗ്ലൂർ പോയപ്പോഴായിരുന്നു. ബാംഗ്ലൂർ പോയപ്പം മമ്മി വീഴോ സർജറി കഴിയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്രാവശ്യത്തെ യാത്രയിൽ വീണ് സർജറിയൊക്കെ കഴിഞ്ഞതിന് ശേഷം മമ്മിക്കൊരു സ്റ്റിക്കും കാര്യങ്ങളൊക്കെ വേണം, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ ആ ഒരു സ്റ്റിക്കൊക്കെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യത്തെ യാത്ര നമ്മൾ എന്താ പറയുക, കുറച്ച് അമ്മയുടെ ഒരു കൺവീനിയൻറ്റും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. വണ്ടിയിൽ കയറിയ പിന്നെ 3 മക്കൾക്കും ഒരേ സ്വഭാവം എന്ന് പറയുന്ന പോലെ ഇച്ചും മക്കളും ഒക്കെ ഒരേ വൈബാണ്. അവർ ഫ്രണ്ടിലിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ അപ്പനോട് വർത്താനം പറയുക എന്നത് മാത്രമല്ല കേട്ടോ, എങ്ങാനും ഛർദ്ദിച്ചാലോ എന്നുള്ളൊരു പേടി കാണും. ലൈവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫ്രണ്ടിലിരിക്കുക. അതുകൊണ്ട് തന്നെ പലപ്പോഴും എനിക്ക് വീഡിയോ എടുക്കുന്നതിനൊക്കെ നല്ല തടസ്സമൊക്കെ വരാറുണ്ട്. എന്നാലും നമുക്ക് അവരുടെ കംഫർട്ടബിൾ അനുസരിച്ച് പോകുമ്പോഴാണ് നമുക്ക് യാത്രയ്ക്കൊരു ഹാപ്പിനെസ് ഉണ്ടാവുക. നിങ്ങൾ ആരെങ്കിലും പോയ സ്ഥലത്തേക്ക് വീണ്ടും പോകാറുണ്ടോ? അല്ലെങ്കിൽ വീണ്ടും പോകാൻ ഇഷ്ടമുള്ള ഏതെങ്കിലുമൊക്കെ സ്ഥലമുണ്ടോ? ഞാനിങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ പറയില്ലേ, നിങ്ങളിത് കമൻറ്റ് ചെയ്യണേന്ന്. പലപ്പോഴും നമ്മുടെ കമൻറ്റുകളിൽ വളരെ ജെനുവിൻ ആയിട്ടുള്ള കമൻറ്റ് വളരെ കുറവാണ് വരാറ്. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് ഇടണ്ടേ എന്ന് വെച്ച് കമൻറ്റ് ഇടുന്നത് കാണാം. അങ്ങനെ ഈ യാത്ര നമ്മൾ കുതിരാൻ കൂടിയാണ് പോകുന്നത്. ഒരുപക്ഷെ ഈ കുതിരാൻ കൂടിയുള്ള യാത്ര നമുക്ക് കോയമ്പത്തൂർ വഴി കോയമ്പത്തൂർക്ക് പോകാം, അല്ലെങ്കിൽ ഊട്ടിക്ക് പോകാം, തുടങ്ങി നമ്മുടെ മുന്നോട്ടുള്ള യാത്രകൾ എവിടെ വേണമെങ്കിലും പോകുന്നത് കുതിരാൻ വഴിയാണല്ലോ. അതുകൊണ്ട് തന്നെ ഡെസ്റ്റിനേഷൻ ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്കിതുപോലെ ഉണ്ടോ സ്ഥിരമായി അത് ഒരു സ്ഥലത്തേക്ക് തന്നെ വീണ്ടും പോകാനൊരിഷ്ടം? എനിക്കിഷ്ടമാണ് കേട്ടോ. ഇന്നത്തെ യാത്ര അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് പോയി താമസിച്ചുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽ ആണ് കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇനിയും എനിക്കവിടെ പോകാൻ ഒരുപാട് ഇഷ്ടമാണ്. പോയി വന്നതിന് ശേഷമാണ് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അതിനുവേണ്ടി വോയിസ് ഓവർ കൊടുക്കുന്നതും. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തും ഇന്ന് പോകാൻ വിളിച്ചാൽ ഇന്ന് പോകാൻ വീണ്ടും റെഡി എന്ന് പറയുവാണെങ്കിൽ ആദ്യം ഞാൻ ഈ ഒരു സ്ഥലത്തിൻ്റെ പേരേ പറയുള്ളൂ. കാരണം വേറൊന്നുമല്ല, വളരെ ശാന്തമായി സ്വസ്ഥമായ മനസ്സോടുകൂടി സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു യാത്ര പോവുക. അപ്പോൾ അതിന് പറ്റിയൊരിടം, അതാണ് യാത്രകളിൽ ഏറ്റവും കൂടുതൽ എന്നെ അട്രാക്റ്റ് ചെയ്യുന്നൊരു കാര്യം. പിന്നെ ഒരുപാട് വലിയ തിക്കും തിരക്കുമുള്ള സിറ്റിയിൽ പോയി കുറേ സ്ഥലങ്ങൾ കണ്ട് അലഞ്ഞ് തിരിഞ്ഞ് നമ്മൾ പറയില്ലേ, ആകെ തവിട് പൊടിയായിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു യാത്ര പോയതിൻ്റെ ഒരു സന്തോഷമൊക്കെ എനിക്ക് കിട്ടാറില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ ഒരേ വൈബിൽ പോകുന്ന ആൾക്കാരായതുകൊണ്ട് ഈ സെയിം സ്ഥലത്ത് എനിക്ക് തോന്നുന്നു ഇച്ചു ഇതൊരു 10-11 പ്രാവശ്യമായിട്ടുണ്ടാവും. ഞാനിതൊരു 3 പ്രാവശ്യമായിട്ടുള്ളൂ കേട്ടോ സെയിം പ്ലേസിലേക്കുള്ള യാത്ര. അങ്ങനെ നമ്മൾ പാലക്കാട് ഏരിയ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ പന കണ്ടു തുടങ്ങും. അപ്പം ചെറിയ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പനനൊങ്ക്. അപ്പോൾ പനനൊങ്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുന്നോട്ട് പോയി പിച്ചുവിനൊരു ചായ കുടിക്കണം എന്ന് പറഞ്ഞ് അവിടെയും നമ്മൾ വണ്ടി നിർത്തി. ഈ ചായ കുടിക്കുന്ന സ്ഥലം നമ്മൾ പണ്ട് നമ്മുടെ ഷോർട്ടിൽ എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം മുമ്പ് ഇവിടെ വെച്ചാണ് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തത്.
അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വന്നപ്പോൾ അമ്മച്ചിക്ക് വേണ്ടി അവർ നാരങ്ങ മിഠായി വാങ്ങിച്ചു. ഈ ചായ ബാക്കിലേക്ക് വന്നത് എനിക്കും അമ്മയ്ക്കും വേണ്ടിയിട്ടാണ്. കാരണം മക്കൾ ഒന്നും കുടിച്ചിട്ടില്ല. കാരണം കുടിച്ചാൽ അവർ ഹോമിയോ ഗുളികയൊക്കെ കഴിക്കുന്നുണ്ട്, എങ്ങാനും ഛർദ്ദിച്ചാലോ എന്നുള്ള പേടി കാലമാണ് കേട്ടോ അവരിതൊക്കെ വേണ്ടാന്ന് വെക്കുന്നത്. അങ്ങനെ നമ്മൾ മുന്നോട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം പറയാം. നമ്മൾ ഇതിനു മുമ്പ് പോയ സ്ഥലം എന്ന് ഞാൻ പറഞ്ഞല്ലോ. പോയ സ്ഥലങ്ങളിൽ എനിക്കിത് ഇഷ്ടപ്പെടാനുള്ള കാരണം വേറെ ഒന്നുമല്ല. ഇവിടെ നമുക്ക് അത്യാവശ്യം കാണാനുള്ള എന്താ പറയുക, നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഏറ്റവും നല്ല ക്ലൈമറ്റ്, ഈ കൊടുംചൂടിൽ നിന്ന് രക്ഷ നേടുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ കോയമ്പത്തൂർ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. കുമരൻ സിൽക്സും ചെന്നൈ സിൽക്സും ഒക്കെ കാണുമ്പോൾ എന്താ പറയുക, സാധാരണ ഒരു സ്ത്രീയുടെ എന്താ പറയുക അതേ കൗതുകത്തോടു കൂടി ദൈവം ഇറങ്ങി രണ്ട് പട്ടുസാരി നോക്കിയാലോ എന്നുള്ളൊരു സ്നേഹപ്രകടനങ്ങളായിരുന്നു അവിടെ വണ്ടിയിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒന്ന് നിർത്തുവാണെങ്കിൽ കയറി നോക്കാമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ യാത്രയിൽ പറയുമെങ്കിലും ഒരു സാരി ഒരു രണ്ട് സാരി ഒന്നും എടുക്കാൻ വേണ്ടി കോയമ്പത്തൂർക്കൊന്നും നമ്മൾ വരവൊന്നുമില്ലല്ലോ, എന്നാലും പറയാല്ലേ. അങ്ങനത്തൊക്കെ കാണുമ്പോൾ നമ്മൾ പണ്ട് ഡൽഹിയിൽ പോകുന്ന സമയത്ത് ആദ്യമായിട്ട് പോകുമ്പോൾ ഈ സുപ്രീം കോടതിയും അല്ലെങ്കിൽ പാർലമെന്റ് മന്ദിരവും ഒക്കെ കാണുമ്പോൾ, അല്ലെങ്കിൽ താജ്മഹൽ കാണാൻ പോയി. പിന്നീട് താജ്മഹൽ അല്ല കേട്ടോ, താജ്മഹൽ ആഗ്രയിൽ പോയപ്പോഴാണ്. അല്ലാതെ ഈ ഒരു ലൊക്കാലിറ്റിയിൽ നമ്മളിങ്ങനെ ഇന്ത്യ ഗേറ്റ് ഒക്കെ കാണുമ്പോണ്ടല്ലോ, ഇതിന് ഭയങ്കര വണ്ടർ അടിച്ചിട്ടുണ്ട്. അതുപോലെ ആദ്യമായിട്ട് തൃശ്ശൂർ കണ്ട സമയത്ത് വടക്കുന്നാഥനും റൗണ്ടും തേക്കിൻകാട് മൈതാനും ഒക്കെ കാണുമ്പോൾ എൻ്റെ ദൈവമേ എന്തായിരുന്നു. അപ്പൊ അതുപോലെ നമുക്ക് ചിലതുണ്ടല്ലോ, ആ കണ്ട് കേട്ട് 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 കേട്ടൊരു കാര്യം, അല്ലെങ്കിൽ ചിത്രങ്ങളിൽ മാത്രം കണ്ട ഒരു കാര്യം ആദ്യമായിട്ട് കാണുമ്പോൾ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്യില്ലേ. എനിക്ക് എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്ത കാര്യം കേട്ടോ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തേ. നമ്മളിപ്പോൾ നല്ല തണുപ്പുള്ള ഒരു പ്രദേശത്തേക്കുള്ള യാത്രയാണെങ്കിലും വഴി മുഴുവൻ നല്ല ഉണങ്ങിയ മരങ്ങൾ കണ്ടപ്പോൾ തുത്തു സുഖം ചോദിക്കണ്ടായിരുന്നു, അപ്പേ തൃശ്ശൂരത്തെ ചൂട് പോരാണ്ടാണോ ഇതുപോലത്തെ കരിഞ്ഞുണങ്ങിയ കാട്ടിലേക്ക് വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കാരണം നമ്മൾ പ്രതീക്ഷിച്ചത്ര വലിയ തണുപ്പൊന്നുമില്ല, ചെറിയൊരു തണുത്ത കാറ്റേ ഉള്ളെങ്കിലും നമ്മൾ ഊട്ടിയുടെ എന്താ പറയുക ഒരു പ്രാന്തപ്രദേശങ്ങളിലേക്കുള്ള യാത്രയാണല്ലോ, അതുകൊണ്ട് തന്നെ തണുപ്പൊക്കെ വന്നു തുടങ്ങി. നമ്മൾ പോകുന്നത് കോട്ടഗിരിക്കാണ് കേട്ടോ. ചിലർ ഇതിനെ കോത്തഗിരി എന്ന് പറയും. നമ്മൾ വായിക്കുമ്പോൾ ഇതിൽ സ്പെല്ലിങ് കോട്ടഗിരിയും തന്നെയാണ്. കോട്ടഗിരിക്കുള്ള യാത്രയിൽ ആദ്യത്തെ 2 ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ നമ്മളൊന്ന് ഇറങ്ങി. കാരണം വഴിയിൽ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാലും സൈഡിൽ ആ സ്റ്റീൽ റോഡ് കാരണം നമുക്ക് താഴേക്കുള്ള വ്യൂ ഒരിക്കലും കാണിച്ചു തരാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും ഒരു വ്യൂ പോയിന്റ് എത്തുമ്പോൾ ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമല്ലേ. ആ ഒരു ഹെയർ പിൻ കഴിഞ്ഞപ്പോൾ അതിന് വേണ്ടിയുള്ള നല്ലൊരു ലൊക്കേഷൻ നോക്കി നിൽക്കുമായിരുന്നേ. അപ്പം അമ്മി ആയാലും നമ്മൾ വണ്ടിയിൽ കയറിയിട്ട് ഇടയ്ക്കൊരു ബ്രേക്ക് എടുത്തിട്ടില്ല, പുറത്തേക്ക് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങി. അമ്മച്ചീനെ മോൻ പുറത്തേക്ക് ഇറക്കുന്ന പരിപാടിയാണ് കേട്ടോ. കുറേ നേരം കണ്ടിന്യൂസ് ഇരുന്നിട്ട് കാല് ധരിച്ചോ എന്നൊക്കെ ചോദിച്ചിട്ടാണ്. പക്ഷെ മമ്മിക്ക് യാത്ര വളരെ കംഫർട്ടബിൾ ആയിരുന്നു. നമ്മൾ വിചാരിക്കില്ലേ, കാരണം നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്നത് നമുക്ക് ഒരിക്കലും പറ്റില്ല. പക്ഷെ നമുക്ക് ഒരു പ്രാവശ്യം ഒന്ന് ശ്രമിച്ചു നോക്കാമെന്ന് പറഞ്ഞാൽ ഇതൊക്കെ നടക്കും. അങ്ങനെ അവർ ആ മുകളിൽ നിന്ന് ആ വ്യൂ ഒന്ന് കാണുന്നതിൻ്റെ പ്രധാനം വ്യൂവിനേക്കാൾ കൂടുതൽ ഇവിടുത്തെ കൊടുംചൂടിൽ നിന്ന് തണുത്ത കാറ്റടിക്കുന്നതിൻ്റെ വലിയ സന്തോഷമാണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇതിലിപ്പോൾ ഏത് കുട്ടീനെയാണ് നോക്കേണ്ടത്? 3 പേരും കണക്കാന്ന് ഞാൻ പറഞ്ഞില്ലേ. അങ്ങനെ അവരവിടെ നിന്ന് അവരുടെ ടൈറ്റാനിക്കും പാട്ടുകളും റീൽസിൻ്റെയും ഫോട്ടോഷൂട്ടും പരിപാടികളും ഒക്കെ ആയിരുന്നു. ക്യാമറമാൻ ഇല്ലാത്ത കാരണം നമ്മൾ ഇവിടുന്ന് അപ്പുറത്തേക്ക് ചെന്നിട്ട് തന്നെ എടുക്കേണ്ടി വന്നു. ഞാൻ അപ്പുറത്ത് നിന്നിട്ട് കുറച്ചൊക്കെ വ്യൂസ് എടുത്തു. പിന്നെ അങ്ങോട്ട് ചെന്ന് കുറച്ച് 1-2 ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് പിന്നീട് നമ്മൾ മുന്നോട്ടുള്ള യാത്ര പോയത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിങ്ങനെ റഷായ സ്ഥലത്തേക്കാളും എനിക്കിങ്ങനെ പീസ്ഫുള്ളായ സ്ഥലങ്ങളിലേക്കുള്ള യാത്ര ഇഷ്ടമെന്ന്. പണ്ടൊക്കെ ഈ തേയിലത്തോട്ടം കാണുന്ന കൗതുകത്തെക്കുറിച്ച് എനിക്ക് തോന്നിയിരുന്നൊരു കാര്യം പറയാം കേട്ടോ. ഇപ്പോൾ വിചാരിക്കും വലിയ ടീച്ചറാന്നാ പറയണേ, എന്തോരം വലിയ മണ്ടത്തരങ്ങളാ പറയണേന്നല്ലേ. അത് പറഞ്ഞു വന്നപ്പോഴാണ് ആലോചിച്ചത്, ഈ ഒരു ലൊക്കേഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവൂലേ, ആ ഒരു കുഞ്ഞു വീടും അതിന് മുകളിലേക്ക് കിടക്കുന്ന കടലാസ് പൂക്കളും. നമ്മളും അവിടെ ഒന്ന് ചവിട്ടി, കാരണം എല്ലാ പ്രാവശ്യവും എടുക്കുന്ന പോലെ ഫോട്ടോ എടുക്കാം. പക്ഷേ ഒരു കടലാസ് പൂവോ 2 കടലാസ് പൂവോ അല്ലാതെ കരിഞ്ഞുണങ്ങി പോയിട്ട് ഒരു എന്താ പറയുക, നമ്മുടെ ആ ഒരു മനസ്സിലെ സ്വപ്നമേ മാറിപ്പോവും. അതുകൊണ്ട് എന്തായാലും ഇപ്രാവശ്യം നമ്മൾ ഫോട്ടോ എടുക്കില്ല. ഇനി ഒറ്റ ലക്ഷ്യം എവിടെയെങ്കിലും സൈഡ് ഒതുക്കിയിരുന്ന് ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കണം എന്ന് ആലോചിച്ചപ്പോഴാണ് ഓർമ്മ വന്നേ, നമ്മൾ വീട്ടിൽ നിന്ന് പ്ലേറ്റ് എടുക്കാൻ മറന്നു. പ്ലേറ്റ് എടുക്കാൻ മാത്രമല്ല, ഡിസ്പോസിബിൾ പ്ലേറ്റ് എടുത്ത് ടേബിളിൽ വെച്ചതും കൂടി നമ്മൾ എടുക്കാൻ മറന്നു. ഇനിയിപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് കൈയിട്ട് വാരി കഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം പ്ലേറ്റ് വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമുണ്ടോ എന്ന് അന്വേഷിച്ചിട്ടാണ്
ഈ യാത്ര മുന്നോട്ട് പോകുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നത് ഒരു കട കിട്ടിക്കഴിഞ്ഞാൽ കയറണം. അങ്ങനെ ഞാൻ കുറെ അലഞ്ഞു തിരിഞ്ഞ് ഡിസ്പോസിബിൾ പ്ലേറ്റ് വാങ്ങാൻ പോയപ്പോൾ എന്നോട് ആ ചേട്ടൻ ചോദിച്ചു, പാക്കുവെട്ടി വേണോന്ന് കണ്ടാണ് ചോദിച്ചത്. ഇപ്പോഴും എനിക്ക് കറക്റ്റ് പാക്ക് എന്ന് കേട്ടത് ഓർമ്മയുണ്ട്. പാക്ക് എന്ന് പറഞ്ഞ് ഞാൻ കണക്ട് ചെയ്തു. ശരിയാ, അടയ്ക്ക, കവുങ്ങ്, പാക്ക്. ആ, അപ്പൊ അവര് നമ്മുടെ ഈ ഒരു പ്ലേറ്റ്, നമ്മുടെ പാള കൊണ്ടുള്ള പ്ലേറ്റില്ലേ, അതാണ് ഉദ്ദേശിച്ചത്. അതിനുവേണ്ടി എന്താണ് ശരിക്കും പറഞ്ഞതെന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര വശമില്ല, പക്ഷെ പാക്ക് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുന്ന് ഒരു 3 പ്ലേറ്റ് ഒക്കെ, എന്താ പറയാ, ഭാഷ അറിയില്ലെങ്കിൽ നമ്മൾ കാര്യം നടക്കൂലേ. അങ്ങനെ 3 പ്ലേറ്റ് ഒക്കെ വാങ്ങിച്ചു വന്ന് നമ്മൾ സൈഡ് ഒതുക്കി ഇതേ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോവാണ്. കാരണം ഇനി ഹെയർ പിന്നുകൾ അധികം കയറാനില്ല, ഹെയർ പിന്നുകളെല്ലാം കയറി മുകളിലെത്തി, ഇനി കുറച്ച് സ്ഥലമേ ഉള്ളൂ എന്നും നമ്മുടെ ഗൂഗിൾ മാപ്പ് നമുക്കിനി ആകെ 15 മിനിറ്റേ കാണിക്കണുള്ളൂ എന്നും കണ്ടപ്പോഴാണ് മക്കൾ ഭക്ഷണം കഴിക്കാൻ റെഡിയായത്. പക്ഷേ ഇപ്രാവശ്യത്തെ യാത്രയിൽ സന്തോഷം പറയട്ടെ, എനിക്ക് എൻ്റെ ഹോമിയോ ഡോക്ടറുടെ മരുന്ന് കറക്റ്റ് ഫലിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള യാത്രയിൽ മക്കളെ കൊണ്ട് ഛർദിയോ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഈ വണ്ടിയുടെ സൈഡ്, റോഡിൻ്റെ സൈഡിൽ വണ്ടി ഒതുക്കി ഭക്ഷണം കഴിക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കാൻ സന്തോഷമാണ്. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക, ആ ഒരു ഷെയറിങ്ങും കെയറിങ്ങും ഒക്കെ ഒരു ഹോട്ടലിൽ പോയി കുറേ നേരം ഓർഡർ ചെയ്തിരുന്ന് കഴിക്കുമ്പോൾ കിട്ടില്ല എന്ന് തോന്നുന്നു. പണ്ട് ഞാൻ ബാംഗ്ലൂർ പോയ യാത്രയുടെ വീഡിയോ ചെയ്തപ്പോൾ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് യാത്ര പോകുമ്പോൾ അവനൊരു വീട്ടിലത്തെ ഭക്ഷണം അല്ലാണ്ട് പോണ വഴിക്കുള്ള ഭക്ഷണമൊക്കെ എന്താ പറയുക, ഒന്ന് അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ടതെന്ന്. എക്സ്പീരിയൻസ് ചെയ്യാം. പ്രായമായുള്ളവരും കുഞ്ഞുങ്ങളും ഒക്കെ പോകുമ്പോൾ നമ്മൾ അവരുടെയും കൂടെ നോക്കണ്ടേ, അവരുടെ സൗകര്യങ്ങളും കൂടെ നോക്കുമ്പോഴാണല്ലോ അതൊരു കംഫർട്ടബിൾ ആയിട്ട് മാറാം. അങ്ങനെ നമ്മുടെ തേയിലത്തോട്ടങ്ങളൊക്കെ കണ്ടു തുടങ്ങി. ഞാൻ നേരത്തെ പറയാൻ വന്ന കാര്യം പറയാം കേട്ടോ. പണ്ടിങ്ങനെ തേയിലത്തോട്ടം ഇങ്ങനെ തിക്കായിട്ട് നിൽക്കുന്ന കാണുമ്പോൾ ഞാൻ അടുത്തെത്തുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അതിൻ്റെ അടിഭാഗം ഇങ്ങനെ കുറ്റി കുറ്റി ചെടിയാണെന്നും, അടുത്ത് വന്നാൽ കാണാൻ ഒരു ഭംഗിയില്ല, ലോങ് വ്യൂവിൽ മോള് ഭാഗമാണ് ഇത്രയേറെ ഭംഗിയുള്ളതെന്ന് മനസ്സിലായത്. എന്താ പറയുക, ഞാനൊരു +2 കഴിഞ്ഞ് മൂന്നാർ മാട്ടുപ്പെട്ടി ആദ്യം എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് ഞാൻ ടൂർ പോണത് അതാണ്, മൂന്നാർ മാട്ടുപ്പെട്ടി. അന്ന് പോകുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് കാണാൻ ലോങ് വ്യൂ ആണ് ഭംഗി, അടുത്തുള്ള വ്യൂവിൽ ഒരു ഭംഗിയില്ലാന്ന്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെന്താ ഇങ്ങനെയൊക്കെ പറയണെന്നല്ല, കാലം അല്ലേ, 10, 15, 16 വയസ്സുള്ളപ്പോഴുള്ള കാര്യമായിട്ടാ പറഞ്ഞത്. അങ്ങനെ ഇവിടേക്ക് എത്തിയപ്പോൾ ഏറ്റവും കൂടുതൽ കണ്ടത് ലാവൻഡർ കളറുള്ള പൂക്കളാണ്. അപ്പോൾ ഞാൻ ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അവിടെയുള്ള ഒരു ചേച്ചിയാണ് പറഞ്ഞത് കേട്ടോ, ഈ സീസണിൽ ഏറ്റവും കൂടുതൽ പൂക്ക ലാവൻഡർ പൂക്കളാണെന്ന്. ദൂരേന്ന് കാണുമ്പോൾ ആ വയലറ്റ് അല്ലെ ആ ലാവൻഡർ ഷെയ്ഡ് കാണാൻ എന്തൊരു ഭംഗിയായിരുന്നെന്ന് അറിയോ. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കയറിയപ്പോൾ ഞാൻ വീഡിയോ എടുത്തില്ല, ലഗേജും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നേരെ വിട്ടു പോകുന്നത് നമ്മൾ കോടനാട് വ്യൂ പോയിന്റ് കാണാനാണ്. കോടനാട് വ്യൂ പോയിന്റ് ഈവനിങ്ങിൽ നമ്മൾ എത്തിയാലാണ് ആ ഒരു കാറ്റും തണുപ്പും ഒക്കെ ഫീൽ ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ പെട്ടെന്ന് ഇരുട്ടാവുന്ന കാരണം പിന്നെ നമുക്ക് അവിടെ നിൽക്കാനായിട്ട് പറ്റില്ല. അപ്പം ഞങ്ങൾ പോണ വഴിക്ക് ഒരു ചേച്ചിയോട് ചോദിച്ചു കേട്ടോ, ഈ കോടനാട് വ്യൂ പോയിന്റിലേക്ക് എത്ര സമയം വരെ പോവാം? അപ്പം അവർ പറഞ്ഞെന്താണെന്നറിയോ, 6 മണി വരെയാണ് ടിക്കറ്റ് കൊടുക്കുക, 6 മണി കഴിഞ്ഞാൽ പിന്നെ ടിക്കറ്റ് ഒന്നും കൊടുക്കണ്ട, അല്ലാണ്ട് തന്നെ പോവാത്രേ. അപ്പം ഞാൻ ആലോചിച്ച് 6 മണി കഴിഞ്ഞാൽ ടിക്കറ്റ് ഇല്ല പിന്നെ പോകാന്ന് വെച്ചാൽ ആൾക്കാരൊക്കെ അത് കഴിഞ്ഞല്ലേ പോകുള്ളൂ. അപ്പോൾ ഇച്ചു പറഞ്ഞു തരുമായിരുന്നു 6 മണി കഴിഞ്ഞാൽ ആ ഏരിയയിലേക്ക് പോകാനേ പറ്റില്ല, നല്ല ഇരുട്ടാണ്. അങ്ങനെ മമ്മീനെയും കൂടെ കാറിൽ നിന്ന് ഇറക്കിയിട്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങിയതാണ്. പക്ഷെ 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിശക്തമായ കാറ്റായപ്പോൾ മമ്മി വേഗം പിൻവാങ്ങിയിട്ടോ. അത്രയധികം തണുപ്പാണ്. ഇത്ര നേരം ഒരു തണുപ്പും ഇല്ലാന്ന് പറഞ്ഞു നിന്നവർക്കൊക്കെ പെട്ടെന്നാണ് തണുപ്പ് വന്നതും കോട്ടിട്ടതുമൊക്കെ. ആ ബാക്കിൽ കണ്ടൊരു ഫാമിലി, ഒരു വലിയ ബിഗ് ഫാമിലി നിന്നിട്ട് ഒരു പാട്ട് പാടി റീലെടുക്കുന്നതാണ് കേട്ടോ. സന്തോഷമാണ് ഇങ്ങനെ ഫാമിലീസൊക്കെ ഒരുമിച്ച് വന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യണ കാണുമ്പോൾ. ലൈഫിൽ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ക്വാളിറ്റി ടൈമൊക്കെ കണ്ടുപിടിക്കണം. കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ. അതിൽ ഈ തിരക്കിട്ട ഓട്ടം, നമ്മൾ പറയുന്ന പോലെ ഒരു അരച്ചാൻ വയറിന് വേണ്ടിയുള്ള ഓട്ടമാണ് മനുഷ്യൻ ഓടിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് ജീവിക്കാൻ മറന്നു പോയാലോ, അല്ലെങ്കിൽ കൂടെയുള്ളവരോട് ലൈഫ് അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ഒരു ടൈം സ്പെൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലോ നമുക്ക് എന്താണല്ലേ ഓർമ്മിക്കാനൊക്കെ ഉള്ളത് നമ്മളെക്കുറിച്ച്. അങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സന്തോഷം ആ ഒരു കാറ്റില്ലേ, ഒരു ഒന്നൊന്നര കാറ്റാണ് കേട്ടോ. എന്താല്ലേ, അപ്പുറത്ത് നല്ല വഴി ഉണ്ടായിട്ട് 3 പേര് കമ്പിമേ പിടിച്ച് കയറി വരുന്നത് കണ്ടോ. ആദ്യം ഒരാൾ കയറിയതാ, ആളോട് ഇറങ്ങാൻ വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നാലെ ആൾക്കാരിങ്ങനെ കയറി വരുന്നുണ്ട്. ഇവിടുത്തെ കാറ്റ് നമുക്ക് പോരാനേ തോന്നൂല, അത്രയ്ക്ക്
ശക്തമായ കാറ്റാണ്. ഇത് നമുക്ക് എന്താ പറയുക, ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് മൊബൈൽ വെച്ച് കൊടുക്കാൻ പറ്റില്ല. മൊബൈലിൻ്റെ വഴിക്ക് പോകും. അത്രയ്ക്ക് കാറ്റായത് കാരണം ഇത് ഓരോരുത്തരും മാറി മാറി എടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യുന്നത്. ഞങ്ങളുടെ ഡ്രസ്സ് കണ്ടാൽ മനസ്സിലാവൂലേ, കാറ്റ്. എൻ്റെ കാറ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ മുടി അയച്ചത്. അപ്പോൾ തുത്തു പറഞ്ഞു അമ്മയുടെ മുടി കണ്ടു കഴിഞ്ഞാൽ അമ്മയുടെ ഗ്രേസ് ടൈം ഫാമിലിയൊക്കെ ഓടിപ്പോകുമെന്ന് പറഞ്ഞപ്പോൾ വേഗം ഞാൻ മുടി കെട്ടി വെച്ചു കേട്ടോ. അങ്ങനെ ഇരുട്ടായി. ഞങ്ങൾ വേഗം തിരിച്ചു. വേഗം പെട്ടെന്ന് ഇരുട്ടാവുന്നുണ്ട്. നല്ല ഇത്രയും നേരം വണ്ടിയിൽ AC ഇട്ട് നമ്മൾ വന്നതാണെങ്കിൽ ഇപ്പം നമ്മൾ പുറത്തെ ആ കാറ്റത്താണ് വരുന്നത്. ഇനി ഇങ്ങനെ യാത്ര പോകുമ്പം മസ്റ്റായ ഒരു കാര്യമാണ് നൂഡിൽസ് വാങ്ങിച്ച് കഴിക്കുക എന്നുള്ളത്. നമ്മളല്ല, നൂഡിൽസ് ഓംലേറ്റ്, അല്ലെങ്കിൽ ഊട്ടിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക ബ്രെഡ് ഓംലേറ്റ്, ഇങ്ങോട്ട് എത്തുകയാണെങ്കിൽ നൂഡിൽസ്, ഇതൊരു ഹരം പോലെയാണ്. അപ്പോൾ മക്കൾക്ക് അത് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയപ്പോൾ ഇവിടെ നമുക്ക് നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റി. പക്ഷേ ഇപ്രാവശ്യം പെട്ടെന്ന് ഇരുട്ടായി, അതുകൊണ്ട് അവിടെ കുറേ ഫോട്ടോസൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കഴിച്ച് തിരിച്ചെത്തുമ്പോൾ നമുക്ക് എന്തായാലും അവിടെ നൈറ്റ് ഫുഡ് ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഒന്നും പുറത്തുനിന്ന് വാങ്ങലും പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കൂട്ടത്തിൽ നമ്മൾ എന്താ പറയുക കൊട്ടഗിരി സെൻറ്റർ എത്തുന്ന സമയത്ത് കേക്ക് വാങ്ങിച്ചിരുന്നു. കാരണം ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അത് ഞാനൊരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ വെറുതെ കുത്തിക്കയറ്റി സമയം കളഞ്ഞില്ല കേട്ടോ. പിന്നീട് എടുക്കുന്നത് ഏർലി മോർണിംഗ് ആണ്. അപ്പോൾ ഏർലി മോർണിംഗിൽ നമ്മൾ ഫ്രഷ് ആവുന്നതിന് മുമ്പ് ആ ഒരു തണുപ്പിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങിയതാണ്. നമ്മൾ താമസിക്കുന്ന സ്ഥലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഏരിയ ആണിത്. നമ്മൾ താമസിക്കുന്നതിന് പുറത്തേക്ക് ഇറങ്ങിയാൽ കാണുന്നത് താഴെ തേയിലത്തോട്ടാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ലേ എനിക്കിവിടേക്ക് പോകാനുള്ള ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ചുമ്മാ നമ്മൾ എന്താ പറയുക കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കാമായിട്ടുള്ള ഇത്രയ്ക്കും സന്തോഷമുള്ള ഒരു സ്ഥലം വേറെ ഇല്ല എന്ന് തോന്നിപ്പോവും. കാരണം പൊല്യൂഷൻസ് ഇല്ല, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ പൊല്യൂഷൻ ഇല്ല എന്ന് മാത്രമല്ല, ബഹളങ്ങളില്ല. നമുക്ക് കാണാൻ ആഗ്രഹിക്കുന്ന വ്യൂ പോയിന്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അല്ലെങ്കിൽ കാണാനുള്ള കുറേ എന്താ പറയുക ആ ഏരിയയിൽ നമുക്ക് ഇഷ്ടപ്പെടുന്ന കുറേ കാഴ്ചകളുണ്ട്. മക്കൾക്കാണെങ്കിൽ എൻജോയ് ചെയ്യാൻ പറ്റും. അതിലുപരി നല്ല കൂൾ ക്ലൈമറ്റും ഈ ഒരു തണുപ്പും ഈ എന്താ പറയുക മനസ്സിന് ഇത്രയും വലിയ സന്തോഷം അതൊക്കെ. പിന്നെ ലേഡീസിനെ സംബന്ധിച്ച് എന്താ, കുക്കിങ്ങിൽ നിന്ന് കംപ്ലീറ്റ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുള്ള 2 ദിവസം ഒന്നുമില്ലാതെ സമയത്ത് ഭക്ഷണം കഴിക്കാനായി മേശപ്പുറത്തേക്ക് ചെല്ലുക, നല്ല നാടൻ ഭക്ഷണം ചൂടോടുകൂടി കഴിക്കുക. അതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത. ഇവിടെ നമുക്ക് കിട്ടുക നല്ല നാടൻ ഫുഡാണ് കേട്ടോ. അല്ലാതെ എന്താ പറയുക വലിയ വെറൈറ്റി ഗംഭീരം എന്താ പറയുക നമ്മൾ കേൾക്കാത്ത പേരും പുകയുന്ന ഫുഡും അങ്ങനെയൊന്നുമല്ല. നോർമൽ ഫുഡാണ്, നല്ല ഫുഡാണ്. നമ്മൾ താമസിക്കുന്നതിൻ്റെ ഫ്രണ്ടിൽ പിന്നെ വേഗം ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി ഇറങ്ങിയതാണ് കേട്ടോ. ഇവിടുത്തെ ഈ നമ്മുടെ ഷോർട്ട് വീഡിയോ കണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ പരിചയത്തിന് മിനിമം ഒരു 10-20 പേരെങ്കിലും ഈ ഒരു വെക്കേഷനിൽ ഈ ഒരു സ്ഥലം ബുക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഞാനിതൊരു പ്രൊമോഷൻ വീഡിയോയേ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് അതും ഇത് ഈ നമ്പർ ആ നമ്പർ എന്നൊന്നും പറയാത്തത്. കാരണം എങ്ങാനും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അതൊരു പ്രൊമോഷന് വേണ്ടി പറയുന്നതാണ്. അല്ല, എനിക്ക് തോന്നിയൊരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം, അത്രേ ഉള്ളൂ. രാവിലത്തെ ഫുഡ് ഇതുപോലെയാണ്. നമുക്ക് ടേബിളിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കും. നമ്മുടെ കൂടെ ഇപ്പം എത്ര പേരാണോ ഉള്ളത് അത്രയും പേർക്കുള്ളത് നമ്മുടെ ടേബിളിൽ, നമുക്ക് എവിടെയാണോ ആ ടേബിളിൽ ഫുൾ സെറ്റായിരിക്കും. അതിങ്ങനെ കുറച്ചൊന്നും അല്ല കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടാവും. വയറ് നിറച്ച് കഴിക്കാൻ മാത്രം ഉണ്ടാവും. ഇപ്പോൾ രാവിലെ തന്നെ ഇപ്പോൾ ചപ്പാത്തിക്ക് കറിയുണ്ട്, അതിൻ്റെ കൂടെ നോണുണ്ട്. നോൺ ഐറ്റം എന്തായാലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ പോർക്കായിരിക്കാം, ചിലപ്പോൾ കോഴിയായിരിക്കാം, അതിലൊന്ന് എന്തായാലും ഉണ്ടായിരിക്കും. പിന്നെ ബീഫും ചില ദിവസങ്ങളിൽ ബീഫും ആയിരിക്കും. അതിൻ്റെ കൂടെ മോർണിംഗിലെ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സമൃദ്ധിയാണ്. പഴമായിട്ടും ബ്രെഡും ജാമായിട്ടായാലും മുട്ട പുഴുങ്ങിയിട്ടായാലും ഒക്കെ കുറേ ഹെവി ഫുഡ് ഉണ്ടാവും. അത് ഇങ്ങനെ നമുക്ക് വേണ്ടി സെറ്റാക്കിയിട്ടുണ്ടാവും. നല്ല ചൂടോടുകൂടി നമുക്കിങ്ങനെ ഇരുന്ന് കഴിച്ചാൽ മതി. അങ്ങനെ ഇതിപ്പോൾ മമ്മിക്കുള്ള ഫുഡ് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്താണ്. മമ്മിക്കുള്ള ഫുഡ് റൂമിലേക്ക് കൊടുത്തിട്ട് ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിച്ചു. കാരണം ആ വരുന്നതിലേക്ക് മമ്മിക്കൊരു 3-4 സ്റ്റെപ്പ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റെപ്പ് കയറി ഇറങ്ങി ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പം ഇതുപോലെയാണ് നമുക്ക് ഉള്ള 3 നേരത്തെ ഫുഡും. മമ്മി അങ്ങനെ ഞങ്ങളുടെ കൂടെ പുറത്തേക്ക് ഇറങ്ങിയതാണ്. അത് നിരപ്പായ സ്ഥലമായതുകൊണ്ട് ആ സ്റ്റിക്കും കൊണ്ട് നടക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ ഒരു കുഞ്ഞ് സപ്പോർട്ടേ ആവശ്യമുള്ളൂ. എന്തെങ്കിലും ഒരു എന്താ പറയുക കയറാനുള്ളതോ സ്ലോപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായാൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി ആയപ്പോൾ സത്യം പറയാലോ എനിക്ക് ഒത്തിരി സന്തോഷമായി. നമ്മൾ ഇവരുടെ കൈ പിടിച്ചല്ലേ ഈ ലോകം കണ്ടത്.
നമുക്ക് ഒന്നും അറിയില്ലായിരുന്നില്ലേ? നമുക്ക് ഈ കാട്ടി തന്നതും സംസാരിക്കാൻ പഠിപ്പിച്ചതും നമ്മളെ ഇന്ന് കാണുന്ന നമ്മളാക്കിയതും ഈ പാരൻസ് തന്നെയല്ലേ? അപ്പൊ അവരുടെ കൈയും പിടിച്ച് അവർ കാണാത്ത ലോകങ്ങൾ നമ്മൾ കൊണ്ടുപോയി കാണിച്ചാലോ? അത് വേറൊരു സന്തോഷമല്ലേ? എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് ഈ ഒരു സിറ്റുവേഷനിൽ കിട്ടിയത് ആ ഒരു ഹാപ്പിനെസ്സാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കാണാൻ അതിമനോഹരമായ കാഴ്ചയുണ്ടെന്ന്. ഊട്ടി ഏരിയയിൽ നമ്മൾ ഗാർഡൻ്റെ കോമ്പറ്റീഷൻസ് നടത്തുമ്പോൾ ഈ ഒരു കോട്ടേജിൻ്റെ ഗാർഡനാണ് ഒന്നാം സമ്മാനം വാങ്ങുക. അപ്പോൾ ഇത് നമ്മൾ താമസിക്കുന്ന കോട്ടേജിൻ്റെ ഫ്രണ്ടിലുള്ള ഗാർഡനാണ്. ഈ ഒരു അപ്സ്റ്റെയർ ഹട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഞങ്ങളുടെ 15th വെഡിങ് ആനിവേഴ്സറിയുടെ സെലിബ്രേഷൻ ഈ ഹട്ടിൻ്റെ മുകളിൽ വെച്ചാൽ നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചിലപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടവർക്ക് ഇതൊരു പക്ഷേ ഓർമ്മയുണ്ടാവും. അതുകൊണ്ടാട്ടോ ഞാനത് പറഞ്ഞത് 3 years ബാക്ക് എന്ന്. അങ്ങനെ ആ കാണുന്നതും അല്ലെങ്കിൽ ഈ കാണുന്ന പൂന്തോട്ടം, ഇത് മുകളിൽ നിന്നുള്ള പൂന്തോട്ടത്തിൻ്റെ വ്യൂ ആണ്. നമ്മൾ താമസിക്കുന്ന കോട്ടേജാണ് അപ്പുറത്ത് കാണുന്നത്. അതിൻ്റെ തൊട്ടിപ്പുറത്തുള്ള ഈ ഒരു പൂന്തോട്ടമാണ്. ഇതിലുള്ള പൂക്കളുടെ വെറൈറ്റീസ് എനിക്ക് പൂക്കളുടെ പേരറിയാത്തതുകൊണ്ടാണ് പറയാത്തത്. ഇതിപ്പോൾ പേരറിയുന്നവർ ഇന്നാൾ തന്നെ ഞാൻ എന്താ പറയുക, ഒരു ഇൻഡോർ പ്ലാന്റിൻ്റെ പേര് മണ്ടത്തരാ പറഞ്ഞത്. പിന്നീട് വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ അറിഞ്ഞു ആ പേരല്ലാന്ന്. പിന്നെ ഇനിയിപ്പോൾ അവിടെ പോയി തിരുത്താൻ പറ്റില്ലല്ലോ. പിന്നെ വേറെ ആരും തിരുത്തിയില്ല. അപ്പം എനിക്ക് മനസ്സിലായി എന്നെപ്പോലെ പേരറിയാത്ത ഒരുപാട് പേരുണ്ടല്ലോ എന്ന്. അങ്ങനെ നമ്മളിങ്ങനെ ഗാർഡനിലെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ പോയാൽ ചുമ്മാതിങ്ങനെ ഇരിക്കാൻ തോന്നും. അതുപോലെ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഉണ്ട്. അവിടെ ആയാലും ഇപ്പോൾ ചെറിയ ഒരു വെയിലിൻ്റെ ഷെയ്ഡ് നിങ്ങൾ കണ്ടെങ്കിലും തീരെ ചൂടില്ല, നല്ല ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ആണല്ലോ. എന്നാൽ നമുക്കങ്ങനെ സ്വെറ്റർ ഇടേണ്ട ഒരു സിറ്റുവേഷനും ഇല്ല. സ്വെറ്റർ ഇട്ട് വേണ്ടതാനും എന്നാൽ നല്ല തണുപ്പും അങ്ങനെയാണ്. ഇവിടെ ആണെങ്കിൽ ഫ്രൂട്ട്സും അതുപോലെ തന്നെ വെജിറ്റബിൾസും ഒക്കെ ഉണ്ട് കേട്ടോ, നിറയെ ഉണ്ട്. അതായത് പൂക്കൾ മാത്രമല്ല, കുറേ പച്ചക്കറിയും അതുപോലെ കാണാം. അങ്ങനെയാണ് നമ്മളിങ്ങോട്ട് വരുമ്പോൾ ലെറ്റ്യൂസ്, അതുപോലെ തന്നെ ബ്രൊക്കോളി, ക്യാരറ്റ്, അതുപോലെ ബീറ്റ്റൂട്ട്, ഇതൊക്കെ ഇവിടെ തന്നെ കൃഷി ചെയ്യുന്നുണ്ട്. ഈ കൃഷി ചെയ്യുന്നതിൽ നിന്ന് വിളവെടുത്തിട്ടാണ് നമ്മൾക്ക് ഇവർ കൂടുതലും ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കുന്നത്. ഇത് സബർജില്ലയാണ്. സബർജില്ലി നമ്മൾ ഊട്ടിക്കൊക്കെ പണ്ട് ടൂർ പോകുമ്പോൾ കെട്ട് കണക്ക് വാങ്ങിച്ചുകൊണ്ട് വരും. ഇതുള്ളിടത്ത് കരടി വരുന്നത് കൂടുതലാണെന്നാണ് പറയാം. ഇപ്പോൾ സബർജില്ലി കായ ഉണ്ടായി തുടങ്ങുന്ന സീസണാണ്. അപ്പോൾ അത് ആദ്യമായിട്ട് ആ മരം കണ്ടപ്പോൾ ആ ഒരു കൗതുകം കൊണ്ട് ഞാൻ വേഗം വീഡിയോ എടുത്തതാണ് കേട്ടോ. പണ്ട് ഊട്ടിക്ക് പോകുമ്പോൾ ഊട്ടിപ്പൂ വാങ്ങുക അതില്ലേ, അതിവിടെ നിറയെ ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ച യെല്ലോ പൂ അതായിരുന്നു. അതായത് നമ്മളിങ്ങനെ പ്ലാസ്റ്റിക് പോലെ തോന്നുമെന്ന് പറഞ്ഞിട്ട് എന്തോരം പൂവാണ് വാങ്ങിച്ചു കൂട്ടിയിരിക്കണേ. എന്ന് ടൂറ് പോയാലും അതൊരു പിടി വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ വെക്കുക എന്നുള്ളത് ഒരു കാലത്തൊരു ഫാഷനായിരുന്നു. ഇപ്പം അങ്ങനെ ആരും വാങ്ങുന്നില്ല എന്ന് തോന്നുന്നു. ഇത് നേരെ താഴെയുള്ള തേയിലത്തോട്ടമാണ്. ചുമ്മാ അങ്ങോട്ട് നടന്നാൽ തേയിലത്തോട്ടമായി. അതാ പറഞ്ഞാൽ അത് കാണാൻ വേറെ സ്ഥലത്തേക്കൊന്നും പോകേണ്ട കാര്യമില്ല. എന്നപ്പോഴത്തേക്കും നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡ് ഇവിടെ സെറ്റാണ്. മോരുകറിയും അല്ലെങ്കിൽ ചിക്കനും ബീഫും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു. ദേ അവിടെ നിങ്ങൾ ഇറങ്ങുകയാണ്. എൻ്റെ കയ്യിലിരിക്കുന്നത് വെജിറ്റബിളാണ്. ചൗ എന്ന് പറയാം. വെജിറ്റബിൾ നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലേ? നമ്മളിങ്ങനെ നോർത്ത് ഇന്ത്യയിലാണ് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആവുക. ഇവിടുത്തെ തോട്ടത്തിൽ നിറയെ ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ ചേച്ചി ഞാൻ പോരുമ്പോൾ എനിക്കൊരു കിറ്റ് നിറയെ ഈ ചൗ പൊട്ടിച്ച് തന്നു കേട്ടോ. അതെങ്ങനെയാണ് കുക്ക് ചെയ്യാന്നുള്ളതൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഞങ്ങൾ തിരിച്ച് യാത്ര പോരുകയാണ്. ഈ യാത്ര ഒരു 9 മണിക്കുള്ളിൽ, അതായത് 8 മണി 8:30 വീട്ടിലെത്തണം എന്ന ലക്ഷ്യത്തിലുള്ള യാത്രയാണ്. തിരിച്ചു വരുന്ന വഴിക്ക് നമുക്ക് എന്താ പറയുക, കാട്ടുപന്നി, അതുപോലെ തന്നെ കാട്ടുപോത്ത്, മലയണ്ണാൻ, അതുപോലെ മാൻ, അങ്ങനെ ഒരുപാട് മൃഗങ്ങളെ കാണാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു ഈ അവധിക്കാലത്തെ ഞങ്ങളുടെ ഒരു യാത്രയുടെ വിശേഷം. അപ്പം നിങ്ങളുടെ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ഗ്രേസ് ടൈം. താങ്ക് യു.